ഓർഗനൈസർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വക്കീല് കുഞ്ഞു ശ്രേയ, ഇതാണ് ഞാന്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വെക്കേഷൻ തുടങ്ങാൻ വേണ്ടി പോവാണ് സ്കൂളിൽ. വെക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ടീം ലഞ്ചിനൊക്കെ പോയി. അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണല്ലോ, അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടനും ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാമെന്ന്. ഞാൻ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പ്രത്യേകിച്ചൊന്നുമല്ല, ചേട്ടൻ്റെയും ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു April 16. അപ്പോൾ ഞാനും ശ്രേയയും കൂടെ വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ലഞ്ച് കഴിഞ്ഞ് വന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്തു. ബസ്സിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. ആധാർ കാർഡ് എടുത്തു, എൻ്റെ ഡ്രസ്സ് എടുത്തു, എല്ലാം എടുത്തു. അപ്പോൾ നമുക്ക് പോകാം അല്ലേ. ഓർഗനൈസർ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാം. പണിയെടുത്തോ? പണി ഉണ്ടായിരുന്നു. ചേച്ചിയപ്പോ ടീച്ചർമാരുടെ കൂടെ ഔട്ടിങ്ങിന് പോയേ. എടി ഇന്ന് ഞങ്ങളുടെ ഒരു കൊല്ലം ഞങ്ങൾ പണിയെടുത്തതിന്റെ ഞങ്ങൾ സന്തോഷം തീർക്കാൻ വേണ്ടി പോയതാ. നമ്മളുടെ വീട്ടിലേക്ക് കയറാൻ പോവാണേ. എടി ലിഫ്റ്റ് ഉണ്ടായിട്ട് എന്തിനാണ് സ്റ്റേഴ്സ് കയറി വന്നത്? എനർജി മോഡൂസ്, എനർജി എന്തിനാണ് ഇപ്പൊ എനർജി ഫുൾ ഡ്രെയിൻ ഔട്ട് ആയിട്ടിരിക്കുക. ഇത് എന്നാ? വാട്ട് കോലം ഇസ് ദിസ്? ഈ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കഞ്ഞിയുണ്ടോ ഈ വീട്ടിൽ കഞ്ഞിയുണ്ടോ? ഞാൻ എല്ലാ ആഴ്ചയും വന്നൊന്നുമില്ല. ഞാൻ എന്റെ പിള്ളേരെ കാണാൻ വേണ്ടി വന്നാ. പോടുന്നു. ഞങ്ങള് കുളിച്ചിട്ടില്ല. നിങ്ങളെ ഒരു വാട എത്ര നാളായി കണ്ടിട്ട്. നൈറ്റ് ഇട്ടിരിക്കില്ലായിരുന്നു. മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കുന്നു. ഇതിനെ തന്നെ ചോറാ. എന്തെടുക്കുവാ? ഞാന് ചോറും മോരും അല്ലല്ലോ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പോർക്ക് എന്ത് ചെയ്യാനുള്ളതാ? പച്ചക്ക് തരാനാ? ജിമ്മിന് പോയി ടയർഡായിരിക്കുക. ഒരു 10 മിനിറ്റോളം ഞാൻ എനിക്ക് തന്നില്ല. തന്നെ തക്കാളിക്കറി. അത് കോളിഫ്ലവറും മുട്ടയും കൂടെ ഉള്ള തോരൻ. അങ്ങനെ ഒരു തോരനോ? Open this. There's no cake here, Amma. There is no cake here, Amma. കേക്ക് കാണാൻ രസമുണ്ട് കേട്ടോ. ഭയങ്കര ഞാൻ പിടിക്കാം. അവളെ കൂടെ വിളിച്ചോണ്ട് പോകും. ഇൻട്രോ പറഞ്ഞു. കണ്ണെത്തുമായിരിക്കും. കേക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ചേട്ടൻ എവിടെയാ? ചേച്ചി രണ്ടുപേരും കൂടി ഇരുന്ന് TV കാണുന്നു. ഞങ്ങൾക്ക് കണ്ട, നിങ്ങൾ രണ്ടുപേരും മാത്രം കണ്ടാ മതിയോ?
ഹാപ്പി ഈസ്റ്ററിന് അല്ല പിന്നെ ഗൈസ് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പക്ഷെ അന്ന് 16-ാം തീയതി അന്ന് ഇവർ നാട്ടിലായിരുന്നു. അപ്പൊ ഇവരെ നമുക്ക് കിട്ടിയില്ല. 15 വർഷം 13 വർഷം 13 വർഷമായി സഹിക്കാൻ തുടങ്ങി. 13 വർഷമായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറഞ്ഞ് വഴക്കുണ്ടാക്കി സ്നേഹിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അവരുടെ കല്യാണത്തിന് ഞങ്ങളായിരുന്നു അവരുടെ കല്യാണത്തിന് ഞങ്ങളായിരുന്നു ഫ്ലവർ ഗേൾ. ഞങ്ങളുടെ ഫ്ലവർ ഗേൾ. ആ ഫോട്ടോ ഇടാട്ടെ ഇവിടെ. അച്ഛൻ ഒന്ന് പോയി ഫോൺ പിടിക്കുവോ? 2 minutes. 2 minutes ഞങ്ങൾ എങ്ങനെയാ നിന്നത്? ഓർമ്മയുണ്ടോ? ഞാൻ ചേട്ടന്റെ ഇപ്പുറത്തും ഞങ്ങൾക്ക് ഇത്ര ഉണ്ടാകുന്നുള്ളൂ. കാര്യത്തിലേക്ക് കിടക്കാം. ഹാപ്പി ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. യെസ്, വെഡിങ് മെമ്മറീസ് ഒക്കെ ഓർത്ത് കട്ട് ചെയ്യണേ. കൈയടിക്കുക, എനിക്ക് കൈയില്ല. അതന്നെ പണയട്ടെ. ആ പണഞ്ഞു ചേട്ടാ. ചാച്ചൻ പണയട്ടെ. ചാച്ചൻ പണഞ്ഞ് പിന്നെ ബോറിസ് എന്ന് പറയരുത് മക്കളെ കേട്ടോ. അതെ, ഈ കേക്ക് ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇതിനെ കട്ട് ചെയ്യാന്നറിയോ? കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരുപാട് മനോഭാവങ്ങളൊക്കെ വരും. നിങ്ങളുടെ മുഖത്തൊന്നും വന്നില്ലല്ലോ. അത് മനസ്സിൽ വരുന്ന സാധനം മുഖത്ത് പറഞ്ഞ നിർബന്ധമില്ല. മനോഭാവം അപ്പൊ മുഖത്തല്ലേ വരണ്ടേ? യെസ് 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 യെസ്. വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ, അടിപൊളി. അല്ലനെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ. ആ കഴിച്ചോ കഴിച്ചോ. ആ ദേ കല്യാണ ഫോട്ടോ. ഇങ്ങനെ ഇരുന്നവരാണ് ഗൈസ്. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. മുഖം ഒന്ന് കാണിച്ചേ ചേട്ടാ. ആ മുഖം ഒന്ന് കാണിച്ചേ. ഞാൻ കാണിക്കൂല. ആ കണ്ടു ഞാൻ. നല്ല കേക്കാം. ഞാനല്ല അഭിപ്രായം പറഞ്ഞു. നല്ല കേൾക്കാമോ? യെസ്, വെരി ഗുഡ്. അടിപൊളി കേൾക്കാം. അടിപൊളി കേക്ക് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞുണ്ടാക്കി. ഒറ്റ മിനിറ്റ്. ആ എനിക്ക് തന്നതാ. ഞാൻ ഒന്നുമില്ല. ചേച്ചിയാ തന്നെ. താങ്ക്സ് കേട്ടാ. ഒത്തിരി താങ്ക്സ് കേട്ടാ. അടിപൊളി കേൾക്കാം. ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഡയറ്റിൽ നല്ല കഴിക്കും. നീ ഉണ്ടാക്കിയതുണ്ട്. ഓ വാവ്, വെരി ഗുഡ് ഗൈസ്. അല്ലനി അല്ലേ, സേ ഹാപ്പി ആനിവേഴ്സറി മമ്മി പപ്പ. പപ്പനും മമ്മിനെ വിഷ് ചെയ്യുന്നില്ലേ? ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വക്കീല് കുഞ്ഞു ശ്രേയ. ഇതാണ് ഞാന്. എന്നെ കാണാവോ? ഞങ്ങളിത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നല്ലേ ഇത്? എത്രയാ? 15 വർഷം മുന്നേ. 2012 ഈ ഫോട്ടോ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. സൂപ്പർ. ചേട്ടൻ ഇങ്ങനെ ഒരുമാതിരി റെഡിയാകലായിരുന്നു. സുന്ദരി ചേച്ചി. നന്ദി പ്രസംഗം ബൈ മനു തോമസ് കുര്യാളശ്ശേരി ആൻഡ് ബിൻസി തോമസ് കുര്യാളശ്ശേരി. സ്നേഹനിധിയായ റയാനിലെ ടീച്ചർ മിസ് ഡാനിമോൾക്കും അഡ്വക്കേറ്റായ ശ്രീ ശ്രേയമോക്കും ഞങ്ങളുടെ എന്ന് പറഞ്ഞ ബാക്കി എന്തിയെ? എന്റെ വൈഫ് എന്തിയെ? അപ്പൊ ഞങ്ങളുടെ ഫാമിലിയുടെയും പേരിൽ 13ാമത്തെ വർഷത്തെ വിവാഹ വാർഷികത്തിന് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് കേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ സന്തോഷത്തിന് മുൻമുറിയിൽ നിർത്തിയ രണ്ടുപേർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. Say hi to my YouTube channel. Guest.
താങ്ക്സ്. സൂപ്പർ. സൈഡിൽ വെച്ച മാറ് മാറിക്ക്. What are you watching? Yes. എണീറ്റ് നിന്ന് കൊടുക്കടാ കൊടുക്കടാ. ഇന്നലത്തെ രാവിലെ ഫ്രൂട്ട്സാ കഴിക്കണേ. നീ എന്താടി കാണിക്കുന്നത്? ഓ പന്നി പന്നി കഴിക്കുകയാണോ? പന്നി എവിടെ മമ്മി സ്ലീപ്പിംഗ്. ശ്രേയ പാക്കിംഗ്. ശ്രേയ ഓഫീസിൽ പോവാണോ? എന്തിനാ ഓഫീസിൽ പോന്നെ? ശമ്പളം പഠിക്കാൻ.